ഹലോ, എല്ലാവർക്കും നമസ്കാരം. ക്യാൻസറിനെ എങ്ങനെ പ്രതിരോധിക്കാം, ക്യാൻസറിനെതിരെയുള്ള മരുന്ന് എങ്ങനെ കണ്ടുപിടിക്കാം എന്നീ വിഷയങ്ങളിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ വംശജനായ ഒരു അമേരിക്കൻ ഡോക്ടർ. അദ്ദേഹം എങ്ങനെയെങ്കിലും ക്യാൻസറിനൊരു പ്രതിരോധ മരുന്ന് കണ്ടുപിടിക്കണമെന്നുള്ളൊരു ആവേശത്തോടു കൂടി, ഒരു വാശിയോടു കൂടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു മേഖലയിൽ തൻ്റെതായിട്ടുള്ള ഒരു സുസ്ഥിര സേവനം കാഴ്ചവെച്ചുകൊണ്ട് തൻ്റെ കരിയറിൽ ഇങ്ങനെ കയറി ഇങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിന് തന്നെ ക്യാൻസർ രോഗം പിടിപെടുകയാണ്. ക്യാൻസർ എന്ന് പറയുന്ന ആ ഒരു ജീവഹാരിയായിട്ടുള്ള ആ ഒരു രോഗം അദ്ദേഹത്തിൻ്റെ തലച്ചോറിനെ കാർന്നു തിന്നുകയും പതുക്കെ അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് വലിച്ചെടുപ്പിക്കുകയും ചെയ്യുകയാണ്. ഒരു ഘട്ടത്തിൽ തൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും ബാക്കിയാക്കിക്കൊണ്ട്, തൻ്റെ കുടുംബത്തെ പോലും അനാഥമാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് ഈ ലോകത്തോട് വിട പറയേണ്ടി വരികയാണ്. അദ്ദേഹം തൻ്റെ ജീവിതാനുഭവങ്ങൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു പുസ്തക രൂപത്തിൽ എഴുതി വെക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് തൊട്ട് മുമ്പ് വരെയുള്ള കാര്യങ്ങൾ, ചെറുപ്പം തൊട്ട് അദ്ദേഹം പഠിച്ചു വളർന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു, എങ്ങനെയാണ് അദ്ദേഹം അമേരിക്കയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഡോക്ടറായിട്ട് മാറിയത്, അവിടെ നിന്ന് തൻ്റെ വിശിഷ്ട സേവനം കൊണ്ടും തൻ്റെ ഒരു കാര്യപ്രാപ്തി കൊണ്ടും എങ്ങനെയാണ് അദ്ദേഹം ഒരുപാട് പേർക്ക് പ്രിയങ്കരനായിട്ടൊരു ഡോക്ടറായിട്ട് മാറിയത്, ഒരുപാട് ഗവേഷണങ്ങളിലൂടെയും പ്രബന്ധങ്ങളിലൂടെയും സെമിനാറുകളിലൂടെയും കോൺഫറൻസുകളിലൂടെയും എങ്ങനെയാണ് അദ്ദേഹം അമേരിക്കൻ ജനതയ്ക്കിടയിൽ വളരെ ജനകീയനായ ഏറ്റവും അറിയപ്പെടുന്ന വ്യക്തിയായിട്ട് മാറിയത്, എന്തെല്ലാം രീതിയിലുള്ള ഗവേഷണങ്ങളാണ് അദ്ദേഹം നടത്തിയത്, അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളുടെയും പിന്നിലുള്ള ലക്ഷ്യം എന്തായിരുന്നു, എല്ലാം അദ്ദേഹം ഇങ്ങനെ വിവരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞ് വരുന്ന ഒരു സന്ദർഭത്തിൽ അവിടെയൊക്കെ നമുക്ക് വാക്കുകൾക്ക് നമുക്ക് കാണാൻ സാധിക്കും, ഒരിക്കലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു തൻ്റെ അസുഖം മാറും, ഒരു മെഡിക്കൽ മിറക്കിൾ സംഭവിച്ചുകൊണ്ട് തനിക്ക് ഇതിനൊക്കെ രോഗമുക്തി പ്രാപിച്ചുകൊണ്ട് പൂർവാധികം ശക്തിയോട് കൂടി തൻ്റെ ഗവേഷണ രംഗത്തേക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നൊരു പ്രതീക്ഷയോട് കൂടി തന്നെ ഇദ്ദേഹം പ്രവർത്തിക്കുന്നു. പക്ഷെ ഒരിക്കലും അത് സാധിക്കുന്നില്ല. ഒരു ശപിക്കപ്പെട്ട നിമിഷത്തിൽ മരണം ഇദ്ദേഹത്തെ വലിച്ചുകൊണ്ട് പോവുകയാണ് തൻ്റെ അടുക്കിലേക്ക്. ആ അനുഭവക്കുറിപ്പുകൾ പറയുന്ന പുസ്തകത്തിൻ്റെ പേരാണ് പ്രാണൻ വായുവിൽ അലിയുമ്പോൾ. പോൾ കലാനിധി എഴുതിയ പുസ്തകമാണ്. ഇദ്ദേഹം ഈ പുസ്തകം ഇംഗ്ലീഷിലാണ് എഴുതിയത്. ഇംഗ്ലീഷിലെ ബുക്കിൻ്റെ പേര് വെൻ ബ്രീത്ത് ബിക്കംസ് എയർ എന്നാണ്. ലോകത്തിൻ്റെ ഏറ്റവും കൂടുതൽ വിറ്റുപോയ ബെസ്റ്റ് സെല്ലർ ബുക്കുകളിൽ ഒന്നാണ് ഈ പുസ്തകം. ആ പുസ്തകത്തിൻ്റെ മലയാള പരിഭാഷയാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. പോൾ കലാനിധി എന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരനായ ഡോക്ടർ, അദ്ദേഹം ഒരുപാട് അംബീഷ്യസ് ആയിരുന്നു. ഈ ലോകത്തിന് വേണ്ടി, മെഡിക്കൽ രംഗത്തിന് വേണ്ടി ഒരുപാട് വിലപ്പെട്ട സംഭാവനകൾ നൽകണമെന്ന് ആഗ്രഹിക്കുകയും തൻ്റെ ഈ ചുരുങ്ങിയ കാലയളവിൽ തന്നെ ഒരുപാട് വിലപ്പെട്ട സംഭാവനകൾ ഓൾറെഡി നൽകുകയും ചെയ്തൊരു വ്യക്തിയാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് നമ്മുടെ ഈ ഒരു ലോക ജനതയ്ക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഒരുപാട് ദുഷ്കരമായ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം മരുന്നുകൾ കണ്ടുപിടിക്കാനും അതിനുള്ള ചികിത്സാ പ്രതിവിധികൾ കണ്ടെത്താനും സാധിക്കുമായിരുന്നു. പക്ഷേ വിധി അദ്ദേഹത്തിന് അതിന് അനുവദിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആ സംഭവബഹുലമായ ജീവിതത്തിൽ നിന്ന് ഒരു രോഗത്തിൻ്റെ കടിഞ്ഞാണിട്ടുകൊണ്ട് ഇദ്ദേഹത്തിനെ മരണത്തിൻ്റെ കുഴിയിലേക്ക് വലിച്ചുകൊണ്ടു പോവുകയാണ് ഈ വിധി ചെയ്തത്. അപ്പോൾ ആ ഒരു അനുഭവമാണ് അദ്ദേഹം ഈ ബുക്കിൽ വിവരിക്കുന്നത്. ഇതിൽ ഏകദേശം ഈ ബുക്കിൻ്റെ ഒരു 80% ഭാഗവും എഴുതിയിരിക്കുന്നത് പോൾ കലാനിധി തന്നെയാണ്. തൻ്റെ ഒരു മരണം, ഒരു ഏത് നിമിഷം തന്നിലേക്ക് എത്താവുന്ന ആ ഒരു മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അദ്ദേഹം എഴുതിയ ചില കുറിപ്പുകളാണ് ഈ പുസ്തകത്തിലുള്ളത്. ആ ഒരു 80% എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം മരണപ്പെടുകയാണ്. ബാക്കിയുള്ള 20% കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. തൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് ഈ പുസ്തകം എന്ന് പറയുന്ന ആ ലക്ഷ്യം പൂർത്തീകരിച്ചത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. പക്ഷേ വളരെ ഹൃദയസ്പൃക്കായിട്ടുള്ള ഒരു പുസ്തകമാണിത്. നമ്മളിതിനെ വായിച്ചു പോകുമ്പോൾ നമ്മുടെ മനസ്സിലേക്കൊക്കെ എവിടേക്കോ കൊള്ളുന്നുണ്ട് പല അനുഭവങ്ങളും. മെഡിക്കൽ രംഗവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം പറയുന്നുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ അപ്പുറത്തായിട്ട് ഒരു യഥാർത്ഥ ജീവിതം, ഒരു പച്ചയായ മനുഷ്യൻ്റെ ഒരു ജീവിതത്തിൻ്റെ നേർക്കാഴ്ചയാണ് നമുക്ക് മുമ്പിൽ ഇതിലൂടെ പകർത്തി വെക്കപ്പെടുന്നത്. നമ്മുടെ ഈ ഒരു മെഡിക്കൽ രംഗവും ശാസ്ത്ര സാങ്കേതിക വിദ്യകളുമൊക്കെ എത്രത്തോളം പുരോഗമിച്ചാലും വിധി എന്ന് പറയുന്ന ആ ഒരു പ്രഹേളികയെ നമുക്കൊരിക്കലും മറികടക്കാൻ സാധിക്കുന്നില്ല. മരണം എന്ന് പറയുന്ന ആ ഒരു വലിയ സത്യത്തിൽ നിന്ന് നമുക്കൊരിക്കലും മോചനമില്ല. അത് സംഭവിച്ചുകൊണ്ടിരിക്കും. അത് അപകടങ്ങളിലൂടെയും രോഗങ്ങളിലൂടെയും മറ്റും നമ്മളിൽ നിന്ന് വിട്ടുപിരിയാതെ നമ്മുടെ കൂടെ തന്നെ ഇങ്ങനെ ഇരിക്കുക ചെയ്യും. അത് എത്ര പ്രഗത്ഭനായിട്ടുള്ള ആളാണെങ്കിലും ശരി, അത് നമ്മളെ കൊത്തി വലിച്ചുകൊണ്ട് പോവുക തന്നെ ചെയ്യും എന്നാണ് ഈ പുസ്തകം നമുക്ക് അടിവരയിട്ട് ഉറപ്പിച്ച് പറയുന്നത്. അതായത് നമുക്കെല്ലാവർക്കും ഒരു ചിന്തയുണ്ട്, ഈ രോഗങ്ങൾ, അസുഖങ്ങൾ, അപകടങ്ങൾ ഇതൊക്കെ മറ്റുള്ളവർക്ക് സംഭവിക്കാനുള്ളതാണ്, എനിക്ക് സംഭവിക്കില്ല, എനിക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, എനിക്ക് ഇടവും വലവും നോക്കാതെ റോഡ് ക്രോസ് ചെയ്യാം, നാട്ടിൽ കിട്ടാവുന്ന എല്ലാ വിഷവസ്തുക്കളും വാങ്ങിക്കഴിക്കാം, എനിക്ക് അനാരോഗ്യമായിട്ടുള്ള എല്ലാ ജീവിതവും ജീവിക്കാം, പക്ഷേ എനിക്കൊന്നും സംഭവിക്കില്ല, ഞാനൊന്നും ഒരിക്കലും മരിക്കില്ല, എനിക്കൊന്നും ഒരു അസുഖം വരില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെയെന്നും മരണം എന്ന് പറയുന്നതിൻ്റെ ആ ഒരു കൊളുത്ത് ആരുടെ ചങ്കിൽ വേണമെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും കൊളുത്തപ്പെടാമെന്നും കൂടി ഈ പുസ്തകം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഞാൻ വായിച്ചതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഹൃദയസ്പർശിയായി തോന്നിയ പുസ്തകങ്ങളൊരു പുസ്തകമാണ് പോൾ കലാനിധിയുടെ പ്രാണൻ വായുവിൽ അലിയുമ്പോൾ എന്ന് പറയുന്ന ഈ പുസ്തകം. നമ്മളിൽ ഒരാളായിട്ട് ഉണ്ടാവുകയും പെട്ടെന്നൊരു ദിവസം തന്നെ
അങ്ങനെ നമ്മളിൽ നിന്ന് അപ്രത്യക്ഷനായി പോവുകയും ചെയ്തൊരു വ്യക്തിയുടെ ഫുട് പ്രിൻറ്റ്സ് നമുക്കിടയിൽ തന്നെ അദ്ദേഹം അവശേഷിപ്പിച്ചിട്ട് പോയ ചില പാദമുദ്രകളാണ് നമുക്ക് ഈ ബുക്കിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ജീവിതവും ഇങ്ങനെയും ഉണ്ട്, ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കാം. ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ തരണം ചെയ്യണം, അതിന് എന്തായാലും താൻ മരിക്കുമെന്ന് അദ്ദേഹത്തിന് 100% ഉറപ്പുണ്ടായിട്ട് പോലും ആ മരണത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് വരെ അങ്ങേയറ്റം ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് അങ്ങേയറ്റം പോസിറ്റീവ് എനർജിയോട് കൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ കണ്ണ് നിറയ്ക്കും. അതേസമയം നമ്മുടെ മനസ്സിലൊരു പ്രത്യേക ഊർജ്ജം നൽകുകയും ചെയ്യും. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി അദ്ദേഹത്തിൻ്റെ ആ ഒരു ദൗത്യം പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് നമുക്ക് നല്ലൊരു സല്യൂട്ട് കൊടുത്തേ പറ്റൂ. തൻ്റെ ഭർത്താവിൻ്റെ ആഗ്രഹം അദ്ദേഹത്തിൻ്റെ കാലശേഷം നിറവേറ്റുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനൊരു സല്യൂട്ട് കൊടുക്കേണ്ടതുണ്ട്. പുസ്തകം നിങ്ങൾ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടേണ്ട പുസ്തകമാണിത്. ഒരുപാട് ഇൻസൈറ്റ്ഫുൾ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ബുക്കിൽ നിന്ന് അറിയാൻ സാധിക്കും. എന്തായാലും നിങ്ങൾക്ക് വായിച്ച് ഇതിലെ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. പോൾ കലാനിധിയുടെ ആത്മാവിന് എല്ലാവിധ ശാന്തിയും നേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും വേണ്ടപ്പെട്ടവർക്കെല്ലാം നമുക്ക് അവരുടെ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേർന്നുകൊണ്ട് ഇതുപോലുള്ള ഒരുപാട് നല്ല മനുഷ്യർ നമുക്ക് ചുറ്റും ഇനിയും ഉണ്ടാവട്ടെ. ദൈവം അവർക്കെല്ലാം ദീർഘായുസ് നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാണൻ വായുവിൽ അലിയുമ്പോൾ എന്ന് പറയുന്ന ഈ പുസ്തകം നിങ്ങൾക്ക് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്തുകൊണ്ട് ഞാൻ ഈ കുറിപ്പൂടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് മറ്റൊരു പുസ്തകത്തിൻ്റെ റിവ്യൂമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.